ഒരു ദിവസം രാവിലെ ഉണ്ട് വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ നായനാരെന്ന്. ഞാൻ പോലും എനിക്ക് ഈ അസുഖമെല്ലാമായിട്ട് കിടക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കൂലല്ലോ. അത്ര ഒരു സ്നേഹമാണ്. പക്ഷെ രാഷ്ട്രീയം രണ്ട് തന്നെ, അതിനൊരു വ്യത്യാസമില്ല. 4ാം ക്ലാസ് പഠിപ്പിക്കും ഗാന്ധി തൊപ്പിയും തലയിൽ വെച്ചിട്ട് ഒരു ദിവസം ഇവരെ കുറേ ആളെ ബെഞ്ചിനെ വരെ നിർത്തിച്ചു. വൈകുന്നേരം വരെ 4 മണി വരെ. അത്ര ചെറുപ്പത്തിലെ ഉള്ളിൽ വിപ്ലവമാണ്. ഞാൻ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് ജയിലിൽ പോയില്ലേ. അമ്മയും അച്ഛൻ്റെ ജയില് ഇങ്ങനെ പറയാം. അച്ഛൻ ഞാൻ പറഞ്ഞ അച്ഛൻ്റെ വീടെന്ന് പറയാത്ത ഭാഗ്യം. സഖാവിനെ എപ്പോഴും വേണ്ടത് ബുക്ക്. ഞാൻ പറയാം എല്ലാവരും പോകുമ്പോൾ നേന്തപ്പഴമോ അല്ലെങ്കിൽ ഒന്നെങ്കിലും ഇവിടെ എന്നോട് സഖാവ് പറഞ്ഞു, ഒരു സാധനവും നീ കൊണ്ടുവരാ, ബുക്ക് മാത്രം കൊണ്ടുവന്നാൽ മതി. എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു ഭാര്യയോടല്ലേ സംസാരിക്കാൻ. ശാരദേ ഒരു കാര്യം ചെയ്ത് നീ ഇനി ബുക്ക് എടുത്തോ, നിനക്കും വായിക്കാനാണ്. അന്നത്തെ സഖാക്കൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സഖാക്കളിനേക്കാളും 10 മടങ്ങ് പാർട്ടിയായിട്ട് ബന്ധമാണ് അവർക്ക്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു CI തയ്യാറാകുമോ? സാമ്പത്തികമായിട്ട് ജീവിക്കുന്നവരൊന്നും അന്ന് വലിയ കോൺഗ്രസ്സുകാരല്ലേ. എൻ്റെ സ്കൂളിൽ എനിക്ക് ലീവും ആയി, പിന്നെ എൻ്റെ പശുവും പോയി, മന്ത്രിസഭയും പോയി. ശാരദേ ഇപ്പം കരുണാകരൻ പറയും, നീ കേട്ടില്ലേ വാങ്ങുന്നു. ഞാൻ വാങ്ങിയ ഉടനെ പറയും കരുണാകരൻ, കണ്ടോ ഇപ്പം നായനാറ് ബെൻസ് കാറിലാന്ന് എന്ന് ഇങ്ങനെ പറഞ്ഞ് അച്ചിട്ട മാതിരി. ഞാൻ വെച്ച് ഇനി ആര്യാടനും ഈ സഖാവായിട്ട് ജീവിതം വരെ നായനാരെന്ന് വിളിച്ചിട്ട് ആര്യാട് എന്താ ആര്യാടാ. അതൊരു ഒരു പ്രത്യേക കഴിവായി രാഷ്ട്രീയക്കാർ. പാർട്ടിയും ജനങ്ങളുമായിരുന്നു സഖാവിന് വലുത്. അത് കഴിഞ്ഞ് മറ്റേ കുടുംബം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രി എന്നീ നിലകളിൽ ജീവിതം സഖാവിൻ്റെത് സംഘർഷഭരിതമായിരിക്കുമ്പോഴും ഒരു മനസമാധാനമുള്ള ജീവിതം ഇപ്പുറത്ത് കിട്ടിയത് ടീച്ചർ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഗാഢമായ ബന്ധമായിരുന്നു സഖാവും ടീച്ചറും തമ്മിൽ. അത്ര കാലത്ത് ഒന്നിച്ചുണ്ടായിരുന്നുള്ളെങ്കിലും സഖാവും ഞങ്ങളും ഒരു കുടുംബമായിട്ട് താമസിക്കുന്നത് 80 മുതലാണ്. അതുവരെ വന്നു പോകും. ഒരു ദിവസം ഈ കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ ഏതെല്ലോ നാട്ടിലൊന്നും ഫോണില്ല. സഖാവ് ആ കാലഘട്ടങ്ങളിലൊന്നും സഖാവ് നാട്ടിലില്ലല്ലോ. സഖാവ് എല്ലാം കഴിഞ്ഞ് ഒളിവ് തെളിവെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം ഒരു വയസ്സായി. അപ്പോൾ പിന്നെ പിന്നെയും സഖാവിൻ്റെ അമ്മ മരിച്ചു. സഖാവിൻ്റെ അമ്മ നേരത്തെ സഖാവിൻ്റെ അമ്മമ്മ ഇതെല്ലാം ഞങ്ങൾ ബന്ധുക്കളല്ലേ. ഞാൻ എപ്പോഴും അവിടെ പോവില്ല. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവിടെ, സർവീനിച്ചു സഖാവിൻ്റെ മരുമകള്. അപ്പം ഞങ്ങൾ ലക്ഷ്മി കുട്ടിച്ചു സഖാവിൻ്റെ അനിയത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ കളിക്കൂട്ടുകാരായിരുന്നു ഞങ്ങള്. അപ്പം അവർക്കും ഈ ഏട്ടനെ കാണാൻ കഴിയില്ല, അതുകൊണ്ട് ഞാനും കാണുന്നില്ല. പിന്നെ അപ്പം അങ്ങനെ കളിച്ചു. അങ്ങനെ അപ്പം അവർക്ക് വീട്ടുകാർക്ക് നേരത്തെ ഞാൻ കുറച്ച് വലുതായപ്പോഴേ ഒരു പ്രായമായാലും അമ്മമ്മ പറയായിരുന്നു, ഇത് എന്തായാലും കൃഷ്ണനെ കൊണ്ട് ശാരദനെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അങ്ങനെ അപ്പം അമ്മമ്മയെല്ലാം മരിച്ചു, അമ്മയും മരിച്ചു. 58 ഞങ്ങൾ കല്യാണം കഴിഞ്ഞ്. കല്യാണം കഴിഞ്ഞ് CRCയിൽ വെച്ചിട്ടാണ് മാറിയിട്ട് ആ ഫോട്ടോ താട. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ, അല്ല അന്ന് വൈകുന്നേരം ട്രെയിനിന് 5:30 ട്രെയിനിന് തിരുവനന്തപുരത്തേക്ക് പോയി. വീട്ടിലൊന്നും വന്നില്ല, നേരെ അവിടെ നിന്ന് തന്നെ CRCയിൽ വെച്ചിട്ടല്ലേ കല്യാണം. അവിടെ തന്നെ നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. ഞാൻ സഖാവിനെ ഒരിക്കൽ പോലും ഈ വെറുതെ കണ്ടിട്ടില്ല. വെറുതെ ഇരിക്കുന്ന സമയം കയ്യിൽ ബുക്ക് ഉണ്ടാവും. നമ്മളുമായിട്ട് ഒരു വർത്താനം പറഞ്ഞിരിക്കാന്ന് സഖാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ടീച്ചറുടെ കുടുംബത്തിലും അമ്മാവന്മാരൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഒളിവ് ജീവിതവും പിന്നെ പോലീസുകാർ കുടുംബത്തിൽ കയറി ഇറങ്ങി സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന കുറേ ബുദ്ധിമുട്ടുകളും വീട് അടിച്ചു പൊളിച്ചില്ലേ. ഇതൊക്കെ കണ്ടു വളർന്നിട്ടും ടീച്ചർ എന്തുകൊണ്ടാണ് സഖാവിന്റെ സഖിയാവാനുള്ള ഒരു തീരുമാനം? അതുകൊണ്ട് തന്നെ ആ കണ്ടതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ജീവിതം എനിക്ക്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടല്ലേ വളരുന്നു ചെറുപ്പത്തിലേ. ഞാൻ അവരോട് പറഞ്ഞു, ഞാനും 5 വയസ്സിൽ കാണുന്ന രാഷ്ട്രീയം ഇത്. സഖാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒളിവിൽ തന്നെ. ഒളിവിലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യം, ഇന്നത്തെ കേരളം അല്ലല്ലോ അന്ന്.
നമ്മളിപ്പോൾ കാണുന്ന കേരളം അല്ല അന്ന്. അന്ന് ചെറ്റക്കുടിൽ അതിലിങ്ങനെ ദിവസം വയലിൽ പണിയെടുത്ത് വന്ന് സ്ത്രീകളും പുരുഷന്മാരും രാവിലെ പണിക്ക് പോവും. അപ്പോൾ ആ കൊണ്ടുവന്ന് കിട്ടുന്നതിന് അന്ന് തന്നെ കൊണ്ടുവന്ന് അത് നെല്ല് കുത്തി അരിയാക്കിയിട്ട് വേണം ചോറോ കഞ്ഞി ഉണ്ടാക്കാൻ. അതിൽ നിന്ന് അവർ അന്നത്തെ സഹാക്കൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സഹാക്കളിനേക്കാളും 10 മടങ്ങ് പാർട്ടിയായിട്ട് ബന്ധാന്ന് അവർക്ക്. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി സഖാക്കളോടും അതേപോലെ ഈ ചെറുപ്പം മുതൽ കാണുന്നത് പോലീസും അവരുടെ കയ്യിലുള്ള ലാത്തിയും ഇത് മുതലേ കാണുന്നത്. സഖാവിൻ്റെ ജീവിതത്തിൽ പോയാൽ ഇനി ജയിലിൽ പോകേണ്ടി സഖാവിൻ്റെ ജീവിതത്തിൽ പോയതിന് ശേഷം സഖാവ് അടിയന്തരാവസ്ഥയിൽ 2.5 കൊല്ലം ജയിലായിരുന്നില്ല. അതിന് മുന്നേ ഉണ്ടായിന്. അങ്ങനെ ഞാൻ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് ജയിലിൽ പോയില്ലേ. ആദ്യം 2 കുട്ടികളാണ്, അന്നേരം 2 പേരാണ്, 2 പെൺകുട്ടികൾ മൂത്ത. ഇപ്പോഴും വിഷയമെന്ന് പറയുന്നത് അച്ഛൻ്റെ ജയില്. ഞാൻ പറഞ്ഞ അച്ഛൻ്റെ വീടാണ്, പള്ളിക്കുന്നല്ലേ, ജയിലിൻ്റെ മുമ്പിലെ കൂടി നമ്മൾ വരുന്നത്. അമ്മയും അച്ഛൻ്റെ ജയില്, അച്ഛൻ്റെ ജയില് ഇങ്ങനെ പറയാം അച്ഛൻ. ഞാൻ പറഞ്ഞ അച്ഛൻ്റെ വീടെന്ന് പറയാത്ത ഭാഗ്യം. കുട്ടികളെയും കൊണ്ട് ജയിലിലൊക്കെ പോകുന്ന സമയത്ത് 2 കുട്ടികളെയും കൊണ്ട് ഞാൻ ജയിലിൽ പോയിട്ടുണ്ട്. ജയിലറെ വീട്ടിലാണ് എന്നെ നിർത്തുക. അതിൻ്റെ ടൈം ആകുമ്പം എന്നെ ആദ്യം വിളിക്കുക. അതിന് വിളിച്ച് പോയി അതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാനുണ്ട്. ഇത് കാണുമ്പോഴല്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട്. എന്നിട്ട് ഞങ്ങൾ പോയി ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ അമ്മാവനും ഉണ്ടാവും, KPR ഉണ്ടാവും. അമ്മാവനും മാസത്തിൽ ഒരു തവണ നമുക്ക് കാണാം, അത് അവരെ അറിയിക്കും. അപ്പോൾ അന്നേരമാണ് പോവുക. അങ്ങനെ 2ആളും വന്ന് കണ്ട് വർത്താനം പറഞ്ഞ് കുട്ടികളോട് എന്തെങ്കിലും പറയുമ്പോഴേക്കും അങ്ങ് സമയം പോവാന്ന് പറയും അവർ. അപ്പം ടൈം തീർന്നു എന്ന് പറയും. അത് എനിക്ക് KPR ആയാലും AK-9 അവരെ ടൈം ഉണ്ടായി പോവാന്ന്. അത് പോകുന്ന കാണുമ്പോൾ ഇവർ അയ്യോ അച്ഛൻ പോകുന്നു മറ്റിങ്ങനെ നോക്കും, ഇങ്ങനെ നടന്ന് പോവല്ലേന്ന് ഇങ്ങനെ അതിന് മുമ്പിന്ന്. അത്രയല്ലേ ആലോചിക്കാനായിട്ടില്ല. നമുക്ക് തന്നെ സങ്കടമായിരിക്കും ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെ. സഖാവ് എന്താ പറയാ അപ്പം? അല്ല വേറെ ഒന്നും പറയില്ല ഇവരോട്, കുട്ടികളോട് ഇങ്ങനെ പഠിക്കാനും. ചെറിയ കുട്ടികളല്ലേ, നല്ല കുട്ടികളാണ്, അടികൂടാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും പറയും ചെറിയ കുട്ടികൾ. പിന്നെ എന്നോട് കുറച്ച് ബുക്കെല്ലാം കൊണ്ടുപോകാൻ പറയും. അതാണല്ല സഖാവിനെ എപ്പോഴും വേണ്ടത് ബുക്ക്. ഞാൻ പറയാം എല്ലാവരും പോകുമ്പോൾ നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ ഒന്നെങ്കിലും ഇവിടെ എന്നോട് സഖാവ് പറഞ്ഞു ഒരു സാധനവും നീ കൊണ്ടുവരാ, ബുക്ക് മാത്രം കൊണ്ടുവന്നാൽ മതി. ഭയങ്കര വായന അതുപോലെ ഒരു സഖാക്കളും ഇത്രയധികം വായിക്കൂലെന്ന് ഞാൻ പറയുന്നു. അതുപോലെ വായന എന്ന് പറഞ്ഞാൽ ഇടത്തെ കയ്യിൽ എപ്പം ബുക്കായിരിക്കും. എന്നിട്ട് ഈ പിന്നെ നമ്മൾ ഞാൻ എത്രയോ പറഞ്ഞിട്ടുണ്ട്, ഫ്ലൈറ്റ് പോകുന്ന സമയത്തും കൂടെ നമ്മൾ ഫ്രണ്ട് സീറ്റിലായിരിക്കും അല്ലേ, മുഖ്യമന്ത്രി അല്ലേ. അപ്പം അവിടെ ഇരുന്നാൽ പിന്നെ ഇവര് ഭക്ഷണം, അന്നെല്ലാം ഭക്ഷണമുണ്ട്, ഇപ്പം ഭക്ഷണം ചിലതിലുണ്ട്. പിന്നെ അപ്പം അത് കൊണ്ടുവന്നാല് അവർ മുട്ടും ഇങ്ങനെ. അത് എന്ന് പറഞ്ഞിട്ട് ഈ വായിക്കുന്ന ബുക്ക് ഇവിടെ വെച്ച് ഈ സൈഡിലുണ്ടാകും ബാഗ്, ബുക്ക് അവിടെ വെച്ച് ഇത് കഴിച്ച് പിന്നെ ഒന്ന് എല്ലാം ബാത്റൂമെല്ലാം പോയി വന്ന് വരുമ്പം റാക്കറ്റ് ഉണ്ട് അവിടെ ഇങ്ങനെ ഈ ബുക്കെല്ലാം ഇങ്ങനെ വെക്കുന്ന പേപ്പർ, അതിലെന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് പരത്തി പിടിച്ച് നോക്കും, വായിക്കാത്തത്. അങ്ങനെ എപ്പോഴും ഉച്ച 3 മണിക്കാണ് പോകുമ്പോൾ ആ സമയത്ത് നോക്കും നമ്മൾ ഇതിലെന്തെങ്കിലും ഉണ്ടോ വായിക്കാത്ത പേപ്പറിൽ. അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം പറഞ്ഞത്. എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു ഭാര്യയോടല്ലേ സംസാരിക്കാൻ, ഇതെല്ലാവരും വിചാരിക്കുമല്ലേ ഇതെന്താ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു. ഞാൻ എന്നോടെന്ന് പറയണേ, അത് അന്നേരം അതിന് ഒരു ഇതുമില്ല. എന്നോട് കൂളായിട്ട് പറഞ്ഞു, ശാരദേ ഒരു കാര്യം ചെയ്ത് നീ ഇനി ബുക്ക് എടുത്തോ, നിനക്കും വായിക്കാനാ. അപ്പൊ പിന്നെ ആളുകളൊന്നും വിചാരിക്കില്ല രണ്ടുപേരും വായിക്കാണല്ലോ. എപ്പോഴും പിന്നെ ഭാര്യയോട് സംസാരിച്ച് രാവിലെ അസംബ്ലി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ രാവിലെ 9:30 ഓഫീസിൽ പോയി ഉച്ചക്ക് കൃത്യമായിട്ട് 1:30 വന്നു, ഊണ് കഴിച്ചു. പിന്നെയും ഉണ്ടാകും രാവിലെ വായിക്കാത്ത പത്രം, മുഴുവൻ പത്രം വരില്ല ആടാ. അപ്പോൾ ഏതെങ്കിലും വായിക്കാത്ത പത്രം എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കി. അപ്പോൾ പിന്നെ 2:30 കിടന്ന് 3:30 എണീറ്റ് വീണ്ടും ചായയും കുടിച്ച് ഡ്രസ്സും ഇട്ട് വന്നാൽ ഡ്രസ്സ് മാറ്റി വെക്കും, കിടക്കണ്ടേ. അതുകൊണ്ട് പിന്നെ എടുത്തിട്ട് പിന്നെ രാത്രി 10 മണിക്കേ വരുള്ളൂ. വീട്ടിൽ ഒരു ഫയല് കൊണ്ടുവരും, വീട്ടിൽ നിന്ന് നോക്കും, ഒന്നും ചെയ്യില്ല. എല്ലാ ഓഫീസ് ഒരാൾ കല്യാണം ക്ഷണിക്കാൻ വന്നാൽ 9:30 രാവിലെ ഓഫീസ് 10 പരിപാടി എത്തിയിട്ടുണ്ടെങ്കിൽ
അവർ നിർദ്ദേശം കൊടുക്കുമല്ലോ ഇങ്ങനെ ഇന്നാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ 9:30 ഓഫീസിൽ പോകുന്നുണ്ട്, അവിടെ വരാൻ പറഞ്ഞു. ഏത് വലിയ ആളായാലും ചെറിയ ആളായാലും അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ എന്നെ കാണാൻ വരുന്ന ആൾ മാത്രം. കരുനാഗപ്പള്ളിയിൽ താമസിക്കുന്ന സമയത്ത് VIP റൂമിൽ അവിടെയുള്ളവരെന്നോട് പറയും രാവിലെ തുടങ്ങിയ രാത്രി വരെയും VIP റൂമിൽ ആളാണ്. രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ടീച്ചറായിട്ട് അയ്യോ ഒരു രാഷ്ട്രീയം പറഞ്ഞാൽ അതല്ല രസം. ഈ TV വന്നതിന് ശേഷം ഈ അവിടെ കഴിയുന്ന ഈ ക്യാബിനറ്റ് കഴിഞ്ഞാൽ മന്ത്രി ഇവർ ചർച്ച ഉണ്ടാവുമല്ലോ. അപ്പോൾ സഖാവിന് എന്നും മുഖ്യമന്ത്രിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. ഒരു ദിവസം പിന്നെ പ്രത്യേകം ഒരു ദിവസം മുഖ്യമന്ത്രിനെ വെള്ളം കുടിപ്പിക്കും ഇവർ ആര്യാടനെല്ലാം ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ. അതിപ്പം ഞാൻ ഇരുന്ന് കാണും. ഇത് തുടങ്ങിയാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്, എനിക്ക് പേടിയാണ്. എന്നിട്ട് എന്തെല്ലാം സഖാവിനെ ഇട്ട് ഇതാക്കുന്നതെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കും. വന്നിട്ട് നിയമസഭ അസംബ്ലി ഉണ്ടാകുമ്പോൾ അപ്പം ഞാൻ അപ്പോൾ നോക്കിയിരിക്കും എന്താ ഈ സഖാവിനെ കുറിച്ച് പറയുന്നറിയാൻ വേണ്ടി. അപ്പം അത് വന്നിട്ട് ഞാൻ വരുന്നവരെ ഞാൻ കാത്തിരിക്കും ഊണയിക്കാൻ. അപ്പം എന്തിനാ ശാരദയെന്ന് എനിക്കങ്ങ് ഊണ് കഴിച്ചാൽ പോരെ. ഞാൻ നിങ്ങളില്ലാണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വർത്താനം വിശന്നിട്ടല്ലേ നിങ്ങൾ വർത്താനം പറയുന്നത്. അപ്പോൾ അന്നേരം ഞാനിങ്ങനെ ഊണ് കഴിക്കാൻ വന്നേരം അങ്ങനെ ഇരുന്ന് പിന്നെ അന്നേരം ഞാൻ ഒരു വല്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാകും ഇവർക്കെല്ലാം ചോദിക്കാൻ. പിന്നെ അപ്പോൾ നീ ഇങ്ങനെ ഇതെല്ലാം അറിഞ്ഞു, ഇത് ഞാൻ ഈ TV കാണുന്നൊന്നും ഓർമ്മയുണ്ടാവില്ല, നീ എങ്ങനെ ഇതറിയുന്നു അങ്ങനെ ചോദിക്കുക. ഞാൻ എത്രയോ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നുമല്ല. ഞാനൊരു നിങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ ഞാനൊരു TV കാണുന്നത്, അവിടുത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറയില്ല. ഒരു റെക്കമെൻഡ് പറഞ്ഞുകൂടാ, ഒരു റെക്കമെൻഡ് ഒരു ദിവസം ഞാൻ എൻ്റെ ഇവിടെ ജോലിക്കാരി ഒരു കാര്യം പറഞ്ഞിട്ട് ശാരദ നീ നാളെ രാവിലെ എനിക്ക് ടിക്കറ്റ് വാങ്ങി തരാം, നീ നാട്ടിൽ പോയിക്കോ, രാവിലെ ട്രെയിനിൽ നീ പോയിക്കോ. പിന്നെ ഞാൻ പറയല്ലേ ഒരു ചെറിയൊരു തോട്ടത്തിൽ ഒരു ജോലി കൊടുക്കാറുണ്ട്. അത് ഒരു തോട്ടത്തെല്ലാം പണിയെടുക്കുന്ന ഒരു 8 ആളാണെന്നെങ്കിൽ ഒരു 9 ആൾ അത്രയേ ഉള്ളൂ. അതിനൊന്നും അവർക്ക് ഈ ഡെയിലി വേജസ് കിട്ടുന്നതല്ലേ. അപ്പം അന്നേരം എന്നോട് അതെല്ലാം പാർട്ടി ചെയ്തു, അതിൽ AK സെൻ്ററിൽ പോയാൽ മതി. മകളുടെ ഒരു ജോലിക്കാര്യം പറഞ്ഞിട്ട് പോലും ഇല്ല. ഇവള് പോയാൽ പിന്നെ മുഖ്യമന്ത്രിന്റെ മകൾക്ക് ജോലി കൊടുത്തു എന്നല്ലേ പറയാ. അതൊന്നും പറ്റൂലല്ലോ. അവനവൻ്റെ മക്കൾ നന്നാവണം എന്നുള്ള അങ്ങനത്തെ ഒരു വിചാരവും ഇല്ലല്ലോ. പാർട്ടി ജനങ്ങളും പാർട്ടി ജനങ്ങളും പാർട്ടി. അങ്ങനെ തന്നെ അവസാന മരണം വരി. ഒരു വീട് വേണമെന്നില്ല, മക്കളെ നല്ല നിലയിലാക്കണമെന്ന് പഠിപ്പിക്കണമെന്നില്ല. അതെല്ലാം നീ ചെയ്താൽ മതി എന്നാ പറയാ. എന്തെങ്കിലും നീ ചെയ്താൽ മതി അങ്ങനെയാ പറയാ. ടീച്ചറാണ് മക്കളെ വളർത്തിയതും പഠിപ്പിച്ചതും അവരുടെ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഞാൻ അവർക്ക് ഒന്നിനും ഒരു വിഷമം വരുത്താറില്ല. പക്ഷെ പഠിത്തം തുടങ്ങിയതിന് ശേഷം പിന്നെ കുട്ടികളെ ഒന്ന് തിരുവനന്തപുരത്തെല്ലാം കൊണ്ട് പഠിപ്പിച്ചതെങ്കിൽ കുട്ടികൾ അങ്ങ് നന്നാവില്ലേ, ആ ഒരു വിചാരം ഉണ്ടായിട്ടേയില്ല. അതിനോടാണ് എനക്കും. അന്ന് പക്ഷെ മകളെ കോൺവെന്റ് സ്കൂളിൽ വലിയ വിവാദമായിരുന്നില്ലേ. അതിപ്പം പറയുന്നത് നിങ്ങളെന്താ സുധേച്ചിനെ മാത്രം പിന്നെ കോൺവെന്റ് പഠിപ്പിച്ചിട്ട് ഞങ്ങൾ എന്തുകൊണ്ട് കുമാർ ഇന്ന് കഴിഞ്ഞല്ലോ കൂടെ എന്നോട് തന്നെ നിങ്ങൾ എന്തുകൊണ്ട് സുധേച്ചിനെ പഠിപ്പിച്ച് ഞങ്ങളെ ആരെയും പഠിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്കിത് കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ അപ്പോ ഇവളുണ്ടല്ല അവളെ പയ്യന്നൊരു കോൺവെന്റിലാണ് പഠിപ്പിച്ചത്. അവിടെ ഒരു 2 കൊല്ലം അവിടെ ചേർത്ത് അവർ പറഞ്ഞു 3-ാം ക്ലാസ്സിലാണ് കൊണ്ട് 2-ലാന്ന് തോന്നുന്നു കൊണ്ട് 2-ാം ക്ലാസ്സിൽ അവിടെ ചേർത്ത് 2 കൊല്ലം പഠിച്ചവർ അവർ പറഞ്ഞു പിന്നെ മാഡം ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കണ്ണൂർ സെൻട്രൽ റിസോഴ്സിൽ കൊണ്ട് ചേർത്താൽ മതി കുട്ടീനെ, ഇത്ര വിഷമമില്ലല്ലോ. അപ്പം അങ്ങനെ ഈ പയ്യന്നൂർ പഠിക്കുമ്പോൾ ഇതാരും അറിയില്ലായിരുന്നു. ഇവളിങ്ങനെ പയ്യന്നൂർ പഠിക്കുന്ന നാട്ടുകാരും അറിയില്ല. ഈ കണ്ണൂർ 4th സ്റ്റാൻഡേർഡിലാണ് കൊണ്ട് ചേർത്തത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു പെട്ടിയില്ലേ, ഇത് ടിന്നിൻ്റെ മാതിരിയുള്ള ഒരു പെട്ടിയതാ, സ്റ്റീൽ പെട്ടി പെട്ടിക്ക് കുറ്റം. അവളെ യൂണിഫോമിന് അതിന് കന്യാശ്ശേരി ആദ്യമായിട്ടല്ലേ കാണുന്നത്. യൂണിഫോം ടൈ കിട്ടുമല്ലോ അവര് ഇതിനെന്നെ ഉണ്ട്. വെള്ള പിന്നെ ഇത് ജാക്കറ്റ്, പിന്നെ നീല ഇത്, പിന്നെ അതിന് ടൈ, പിന്നെ ഷൂ. ഈ ബാഗ് പെട്ടിയാണ് അന്ന്, സ്റ്റീലിന്റെ പെട്ടി. എൻ്റെ അപ്പൂ നമ്മളെ ആൾക്കാരെന്നെ നമ്മൾ അന്ന് വലത്
രണ്ടായ സമയത്തായിരുന്നു അന്ന്, ഇടതും വലതും. ആ സമയത്ത് കോൺഗ്രസ് സാരല്ല പറഞ്ഞത്, ഞാൻ ഇപ്പോൾ അത് ഓർക്കുന്നുണ്ട്, ഈ വലതുകാരാണ് അതിനെപ്പറ്റി കൂടുതൽ വിമർശിച്ചത്. ഇടതിൽ നിന്ന് മാറി വലത് അങ്ങനെ അവരാണ് ഇതിനെപ്പറ്റി ഒരു ഷൂ ഇട്ടതിനെ പറ്റി, ഒരു ടൈനെ പറ്റി, ഇതെല്ലാം അവർക്ക് പുതുമ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ ഉഷയാണെങ്കിലും നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം ഈ തളിപ്പറമ്പിൽ ഒരു സ്കൂൾ തുടങ്ങി, എന്താപ്പം അതിന് പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഒന്ന്. അവിടെയെങ്കിലും കൊണ്ട് ചേർക്കുന്ന എന്നോട് ടീച്ചർമാരാവശ്യപ്പെട്ടിനി. നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്, സുധേനക്കാളെല്ലാം പഠിക്കും ഉഷ. അപ്പം അവിടെ കൊണ്ട് ചേർക്കുന്നു. ഞാൻ പറഞ്ഞു ഇനി കിട്ടിയത് അത്രയും മതി, ഒരാളെ ചേർത്തിട്ട് ഇനി ഇവർ പഠിക്കുന്ന പോലെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞില്ല. പിന്നെ ആരെയും ചേർത്തില്ല. സഖാവ് എങ്ങനെയായിരുന്നു ആ ഒരു വിവാദങ്ങളോടൊക്കെ പ്രതികരിച്ചത്? ഈ സ്കൂൾ അതല്ല എന്നോട് തന്നെ, അതൊന്നും നീ കേൾക്കേണ്ട, ആളുകൾ അങ്ങനെ പലതും പറയും, അതിനെല്ലാം പ്രതികരിക്കാൻ നിന്നാലുണ്ടോ? സഖാവൊന്നും അറിയുന്നില്ലല്ലോ ഇതെന്താണ് ഇതാണെന്നും സഖാവ് ഇടപെടുന്നില്ലല്ലോ. അതെല്ലാം പോകുന്നുണ്ടോന്ന് പോലും അറിയില്ല. എല്ലാം നീ നോക്കിക്കോളുക. അത് സഖാവിനൊന്നും അത് ബന്ധമല്ല. പിന്നെ കുട്ടികളെ ചേർക്കാതിരുന്നു, അതെന്റെ വിഡിത്തായിപ്പോയത്. അതുകൊണ്ട് ഞാൻ ഇത് ഇന്ന് ഞാനാ പേടിച്ചിട്ട് ചേർക്കാതെ. ഇന്നത്തെ നേതാക്കളെ കാണുമ്പം കൂടുതൽ കുറ്റബോധം ഉണ്ടാവുന്നുണ്ടാവും. പിന്നെ അതാണ് നമ്മൾ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കണം അതവര് പറയട്ടെ. നമ്മളിപ്പോൾ അവരെ കൊണ്ടൊന്നുമല്ലല്ല, നമ്മൾ കൈക്കൂലി വാങ്ങുന്നില്ല, കൊടുക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷെ കുട്ടികൾ നന്നാവാൻ്റെ നമ്മളത് ചെയ്യുന്നു. സഖാവ് ശരിക്കും ഒരു വലിയൊരു ജന്മി കുടുംബത്തിൽ ജനിച്ച് അല്ലെ? എപ്പോഴെങ്കിലും ടീച്ചർ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ സുഖ സൗകര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു പൊതുരംഗത്തേക്ക് ഇറങ്ങിയത്? അല്ല, ആ പൊതുരംഗത്തേക്ക് ഇറങ്ങിയത് എൻ്റെ അമ്മാവൻ്റെ തുടർന്നിട്ടാണ്, KPR ഗോപാലിന്റെ. അന്ന് ഇവർക്ക് പാർട്ടി ചെറുത് 4ാം ക്ലാസ് പഠിക്കുമ്പോ ഗാന്ധി തൊപ്പിയും വെച്ചിട്ട് അതിന് പോയി. അതിന് ഈ കള്ള് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആളുണ്ടാവില്ല, കള്ള് ഷാപ്പിലേക്ക് കള്ള് തലയിൽ പാനി വെച്ചിട്ട് പോന്നെ. അപ്പൊ എറിഞ്ഞിട്ട് സഖാവിന്റെ ഏറുകൊണ്ടാവും പൊട്ടിയത്, പാനിയല്ലേ മണ്ണിന്റെ. അപ്പോൾ അതിൻ്റെ ആൾ വന്നിട്ട് പിന്നെ അച്ഛനോട് പറഞ്ഞ കാര്യമാൻ തുടങ്ങി. പിന്നെ അയ്യോ യശമാനാന്നല്ലേ വിളിക്കുന്നത്, അയ്യോ നിങ്ങളെ മോനെ എൻ്റെ പാനിക്ക് ഏറുകൊണ്ട് എൻ്റെ ഇന്നത്തെ കള്ള് മുഴുവൻ പോയി, എന്താ ചെയ്യാൻ? അന്നേരം വേഗം അച്ഛൻ പൈസ എടുത്ത് കൊടുക്കുമല്ലോ. മോനല്ലേ, എന്നിട്ട് പിന്നെ മോനെ അടിക്കും. അങ്ങനെ അച്ഛൻ്റെ അടിയെല്ലാം കൊണ്ടിട്ടുണ്ട്. അതെ അതെ, അത് ഞാൻ ഒളിവുകാല ജീവിതത്തിൽ പറയുന്നുണ്ട്. സങ്കടം വരും നമുക്കത്. അമ്മയായിരുന്നു, പക്ഷെ അമ്മ പിന്തുണ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, കുഞ്ഞികൃഷ്ണനെ വിളിക്കുക. എന്നിട്ട് കുഞ്ഞികൃഷ്ണനെ എല്ലാം സപ്പോർട്ടാണ് അമ്മ. ഏട്ടൻ നേരെ പഠിച്ച ഇത് 10ാം ക്ലാസ്സല്ലേ പഠിച്ചിട്ടു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നില്ല. ആ ഈ കുട്ടിക്കാലത്തെ തുടങ്ങിയത്. ഇത് 4ാം ക്ലാസ് പഠിപ്പിക്കും ഗാന്ധി തൊപ്പിയും തലയിൽ വെച്ചിട്ട് ഒരു ദിവസം ഇവരെ കുറേ ആളെ ബെഞ്ചിനെ വരെ നിർത്തിച്ചു. വൈകുന്നേരം വരെ 4 മണി വരെ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഊണയിക്കാൻ വരെ വിടാൻ. അത്ര ചെറുപ്പത്തിലെ ഉള്ളിൽ വിപ്ലവമാണ് അന്ന് കോൺഗ്രസ്. അന്ന് പിന്നെ ഈ എന്താണ് ഈ ആറോൺ മിനിറ്റ് സമരം തുടങ്ങിയിട്ടാണ് മറ്റേ പാർട്ടിയിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയത്. പിന്നെ ഇവർക്കെല്ലാം അന്ന് ഈ അമ്പലക്കുളമില്ലേ, കുളത വൈകുന്നേരം സ്കൂളിൽ നിന്ന് വിട്ടാൽ ആ കുളത്തിൽ പോയി കുളിച്ചിട്ടേ വീട്ടിൽ പോകാൻ പാടുള്ളൂ. അങ്ങനെയെല്ലാം ഉണ്ട് നിയമങ്ങൾ. ആ തൊടല് തീണ്ടല് വന്നു കഴിഞ്ഞാല് അതിനെല്ലാം നീക്കി കളഞ്ഞ് ഇവരെ പാർട്ടിയല്ലേ നമ്മളെ പാർട്ടി വന്നതിന് ശേഷം. കല്യാശ്ശേരി ഗ്രാമം ആ സമയത്ത് ജാതീയതക്കെതിരെ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ്. അതിന്റെ കാരണം സഖാവും ഈ KPR അങ്ങനെയുള്ള കുറെ നേതാക്കന്മാരുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനൊരു ശരിയാണ് ആക്കം കൂട്ടിയത്. അതെ അതെ, ഇതൊക്കെ കണ്ടു വളർന്നതാണ് ടീച്ചർ. എന്നിട്ടും ടീച്ചറുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു എന്താ പറയാ പിന്നെ ആചാരങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒക്കെ ആ ഒരു വിശ്വാസം വല്ലാതെ അങ്ങ് പോയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? വെച്ചാൽ അതിനെതിരില്ല സഖാവ്. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോന്നുള്ള ആ ഒരു ഇതുണ്ട്. പിന്നെ സഖാവിന് ഈ അമ്മ
ഈ കുഞ്ഞികൃഷ്ണനാ വിളിക്കുക. കുഞ്ഞികൃഷ്ണൻ സന്ധ്യക്ക് അവരുടെ പണ്ടത്തെ ആചാരല്ലേ, സന്ധ്യയാകുമ്പം വിളക്ക് കൊളുത്തി പിന്നെ ഒന്ന് പൂജാമുറി കൊണ്ടുവച്ച് ഒന്ന് പുറത്ത് പടീൻ്റെ മേലെ വെച്ചിട്ടാണ് പിന്നെ വായിക്കുക അമ്മ രാമായണം അല്ലെ ഭാഗവതം അല്ലെ ജ്ഞാനപാനം എന്തെല്ലാന്ന് വെച്ചാൽ അന്നേരം ഈ കുഞ്ഞികൃഷ്ണനെ അടുത്തിരുത്തും. കുഞ്ഞികൃഷ്ണൻ അന്നേരം അടുത്തിരുത്തിയില്ല ആ കാലഘട്ടത്തിൽ. അപ്പൊ ഇതെല്ലാം കേട്ട് പഠിച്ചിട്ട് ഇപ്പൊ ജ്ഞാനപ്പാൻ ഒരു വരി വിടാണ്ട് എല്ലാം ചൊല്ലും. ഇതിലെ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലെ വെച്ചു നാളം കേട്ടു നടക്കുന്നത് അതെല്ലാം അസംബ്ലിയിൽ നിന്ന് ചൊല്ലും, ലോകസഭയിൽ നിന്ന് ഒരിക്കൽ ചൊല്ലിന് എന്തോ ഒരു കാര്യം. അതെല്ലാം ആ കുട്ടിക്കാലം ഈ അമ്മ അടുത്തിരുത്തി ഭഗവത്ഗീത വരെ ഇപ്പം പറയുന്നു. അതല്ലേ അതിന്റെ അതിശം. ടീച്ചർക്ക് സ്വയം തോന്നിയിരുന്നോ അത് വേണ്ട, അല്ലെങ്കിൽ ഈ ആചാരങ്ങളിൽ നിന്നും, കാരണം കണ്ടു വളരുന്നത് അതാണല്ലോ, അപ്പൊ ടീച്ചർക്ക് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു എനിക്കും വേണ്ട ഇത്? എനിക്ക് വേണ്ട തോന്നിയിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ അമ്മാവനെതിരായിരുന്നു KPR ഗോപാലനും KPR അരപ്പനല്ല ഈ അമ്പലത്തിൽ പോകുന്നതിനും ഇതെല്ലാം ഇതിനാ. പക്ഷെ ഞാൻ അന്ന് കുട്ടിക്കാലത്തെ ഞാൻ പോകും എല്ലാറ്റിനും. അതുപോലെ സഖാവിൻ്റെ കൂടെ സഖാവ് ഇനി എതിര് പറഞ്ഞില്ല, നീ നിന്റെ ഇഷ്ടം പോലെ, പക്ഷെ ഞാൻ നിന്നെ നീ എന്നോട് പൈസക്ക് വെക്കാൻ പാടില്ല. അത് നീ എന്നോട് കണ്ണൂർ, ഞാൻ തിരുവനന്തപുരത്തുള്ളതിന് എനിക്കിടയിൽ ഞാനിപ്പം ഗുരുവായൂർ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ നീ പോയിക്കും, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ശാരദ, അതാണ് ഒരു ഇങ്ങനെയല്ല ഓരോന്ന് പറയാം. അപ്പം നീ എന്നോട് പൈസക്ക് ചോദിക്കാൻ പാടില്ല, പിന്നെ നീ എൻ്റെ വണ്ടിക്ക് ചോദിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കുവാ കേരള സ്റ്റേറ്റ് വണ്ടിന്, നമുക്കൊരു വണ്ടിയില്ലാതാ. ഇങ്ങനെ പിന്നെ നിന്റെ കൂടെ വരാൻ ഞാൻ തയ്യാറല്ല, നീ എന്നോട് എൻ്റെ കൂടെ വരാൻ പറയാൻ പാടില്ല. ഇങ്ങനെ 3-4 കണ്ടീഷൻസ് ഉണ്ടാവും. ശരി, പോകാൻ സമ്മതിച്ചു. സഖാവിന്റെ കൂടെ ഇത്ര കാലം ജീവിച്ചിട്ടും ടീച്ചർക്ക് അത്തരം ഒരു വിശ്വാസങ്ങളൊക്കെ മുറുകെ പിടിക്കണം തന്നെയാണോ? മുറുകെ പിടിക്കണം തന്നെ. ഞാൻ ഈശ്വര വിശ്വാസിയാണ്, ഞാൻ ദൈവം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തിനെ വിളിക്കും എൻ്റെ അമ്മേന്ന്. ഞാൻ അമ്മേനെ പോയി പ്രാർത്ഥിക്കും. ഇപ്പം നടക്കാൻ കഴിയാത്തോണ്ട് വിടിയും പോകുന്നുണ്ട്. ടീച്ചർ ആവുക എന്നുള്ളത് ചെറുപ്പം മുതലേ ഉള്ള മോഹമായിരുന്നോ? അന്നേരം എനിക്ക് പഠിച്ച് ടീച്ചറാവാൻ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ടീച്ചറായിട്ടും പിന്നെ എനിക്കത് ഇപ്പോഴും എനിക്ക് സങ്കടമാണ്. എനിക്ക് ലാസ്റ്റ് വരെ പഠിപ്പിക്കാൻ കഴിയത്തോണ്ട് അവസാനം ലോസ് ഓഫ് ലീവ് എടുക്കേണ്ടി വന്നു. അതെന്ന് വെച്ചാൽ ഓരോ സമയത്ത് ആദ്യത്തെ സമയത്ത് 20 മാസമാണ്, 1 കൊല്ലം 8 മാസമായിരുന്നു. അന്നേരം ആ 1 കൊല്ലം 8 മാസം ഞാൻ ലോസ് ഓഫ് ലീവ് എടുത്തിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. അല്ല അവിടെ നിൽക്കാൻ വീടില്ലല്ലോ. ഇപ്പോഴത്തെ ആണെങ്കിൽ അവിടെ നിൽക്കാനും എല്ലാം സൗകര്യമില്ല, നമുക്കില്ല. എന്നിട്ട് പിന്നെ സഖാവ് നേരെ അന്നേരം ആരല്ലോ എന്നോട് ഞാൻ വരുമ്പം നമ്മളെ പ്രൈവറ്റ് സെക്രട്ടറി മോഹനാണ് ഞങ്ങളെ ട്രെയിൻ കയറ്റി അയച്ചിന്. ആദ്യം മന്ത്രിസഭ പോയാൽ സഖാവിന് അന്ന് തന്നെ ഡൽഹിയിൽ എന്തോ അവരെ മീറ്റിങ്ങിന് പോകണമായിരുന്നു. 80 മുഖ്യമന്ത്രി ആയപ്പോഴേ ഞാൻ ലീവും എടുത്ത് കുട്ടികളെല്ലാം കൂട്ടി ഇവിടെ ഒരു പശു ഉണ്ടായിന് കേട്ടാ, പ്രസവിച്ചിട്ട് നല്ല ഞാൻ പോറ്റിയൊരു പശു പ്രസവിച്ചിട്ട് നല്ല പാല് കിട്ടുന്ന പശുവാണ്. ആ പശുവിനെ അമ്മക്ക് നോക്കാൻ കഴിയില്ല, അതിന് കറക്കാൻ ഞാൻ ഉള്ള ഒരു സ്ത്രീ വരും അടുത്ത വീട്ടിൽ നിന്ന് കറന്ന് പാല് തരാൻ. പക്ഷെ ഞാനില്ലാതിരുന്നാൽ അതിന് പ്രത്യേകം വലിയ ഷെഡെല്ലാം കിട്ടിയതാണ്. എന്നിട്ട് പിന്നെ ഞാനില്ലാതെ പിന്നെ ഇതൊന്നും ശരിയല്ല. ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ കുട്ടി എന്നെ കാണുമ്പോൾ കരയാൻ തുടങ്ങും, അമ്മേന്ന് വിളിച്ചിട്ട് സാരീൻ്റെ ഒരു ഇത് കേട്ടാൽ മതി പോലും അവർക്ക് അത്ര ഇതാണ്. അങ്ങനെ ഞാൻ അതിനെ വിറ്റു. പിന്നെ ഞാൻ പോയതിന് ശേഷം അമ്മ എന്ത് ചെയ്ത്, അമ്മക്ക് പറ്റൂല അതിനെ നോക്കാൻ, അതുകൊണ്ട് അതിനെ അങ്ങ് വിറ്റ് കളഞ്ഞു. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത് എൻ്റെ സ്കൂളിൽ എനിക്ക് ലീവും ആയി, പിന്നെ എൻ്റെ പശുവും പോയി, മന്ത്രിസഭയും പോയി. അങ്ങനെ തിരിച്ചു വരികയും ചെയ്തു. ഇവിടെ പശുവും ഇല്ല. തിരിച്ച് അങ്ങനെ 87 പിന്നെ പോയല്ല, 87 നിന്നല്ല ഇപ്പം 87. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്ക് അവിടെ വീട് കിട്ടി. അപ്പം ഞങ്ങൾ ആ കാലത്ത് 4 വർഷം 1 കൊല്ലം ഞങ്ങൾ ഇവിടെ താമസിന്. പിന്നെ അന്ന് മാറ്റം വന്നിട്ട് 4 കൊല്ലം ഞങ്ങൾ പിന്നെ വഴുതക്കാട് നായനാർക്കായതുകൊണ്ട് കൊടുത്തതാണ് ആ വീട് അവരെ. അത്രയും തൊട്ട് മുമ്പിൽ ഒരു കൃഷ്ണൻ, വീട്ടിൻ്റെ മുമ്പിൽ ആരല്ലോ വന്ന് ചോദിച്ചാൽ, അല്ല സഖാവേ നിങ്ങളെ വീട്ടിൻ്റെ മുമ്പിൽ ഇപ്പം കൃഷ്ണനാണല്ലോ. അന്നേരം എടോ അതവിടെ നിന്നോട്ടെ, ഞാനിത് വാടകയ്ക്ക് താമസിക്കുന്ന വീടല്ലേ, ഇതാ കിട്ടിയത്, പിന്നെ അന്നേരം നമുക്ക് കൃഷ്ണനെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ നല്ല എനക്ക് ഭയങ്കര ഇഷ്ടമായി.
കൃഷ്ണനെ ദിവസം ഞാൻ സഖാവ് പോയം ചെയ്താൽ ടീച്ചർക്ക് സന്തോഷമായി. എനിക്ക് സന്തോഷം. ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായ സമയത്ത് കുട്ടികളൊക്കെ കാത്തിരുന്നു അച്ഛന്റെ സത്യപ്രതിജ്ഞ കാണാൻ പോവാന്ന് കേട്ടിട്ടുണ്ട്. വലിയ രസമാണ് അത്. ആദ്യം പിന്നെ മുഖ്യമന്ത്രി ആയല്ല, അപ്പൊ രാത്രിയാന്ന് എന്നോട് വിളിച്ചു ശാരദേ നാളെ സത്യപ്രതിജ്ഞ മാത്രം, നീ കുട്ടികളെയും കൊണ്ട് വാന്ന് പറയുന്നില്ല, നാളെ സത്യപ്രതിജ്ഞ. ഞാൻ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നാളെ എത്രയോ മണിക്കെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെത്തൂല ഇങ്ങനെ അന്നേരം ഞാനിത് പറഞ്ഞാൽ കുട്ടിയൊക്കെ വലിയ വിഷമം. അവരിങ്ങനെ ആലോചിക്കുന്നില്ലേ, അച്ഛൻ മുഖ്യമന്ത്രിയായി ഒരു സത്യപ്രതിജ്ഞ എന്ന് പറയുമ്പോൾ അത് കുട്ടിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അപ്പം പിന്നെ ആദ്യത്തേതും കഴിഞ്ഞു, രണ്ടാമത്തേതും ആയി. ആദ്യത്തേനും പോയില്ല. ആദ്യത്തേനും അന്നേരം ഞങ്ങളിവിടെ ഞാൻ പറഞ്ഞ 81 ഇവിടെ വന്നു. അന്നേരം ഈ സ്ഥിതി തന്നെ ശാരദ നാളെ സത്യപ്രതിജ്ഞ. ശരി ഒന്നും പറഞ്ഞില്ല. രണ്ടാമതായാലും ഞങ്ങൾ അന്നേരം ഇവിടെ തന്നെയാന്ന്. ഞാൻ രണ്ടാമതായൊരു എന്നോട് പറയുമെന്ന് ശാരദ നാളെയാ സത്യപ്രതിജ്ഞ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അന്നേരം ഒരു കാറ് പെട്ടെന്ന് നമ്മൾ ഇന്നത്തെ സൗകര്യങ്ങളൊന്നും വന്നില്ല. കാറെല്ലാം പിടിച്ച് ഞാൻ ഈ കുട്ടികളെല്ലാം കൂട്ടി പോകാൻ ഞാൻ പറഞ്ഞു എങ്ങനെ. ഉഷ കരച്ചിലായിരുന്നു, പോകണം ഉഷക്ക് എല്ലാം ഇത് കാണണം, അവൾക്ക് വലിയ താല്പര്യമാണ്. അവൾ ഭയങ്കര ഇതാക്കും. നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പോവുക, നാലാളും കൂടി രാത്രിയെല്ലാം ഒരാണുങ്ങളും ഡ്രൈവർ ഏതാന്ന് അന്ന് ഇഷ്ടം പോലെ ഒന്നും കാക്കാൻ നാട്ടുമ്പുറല്ലേ, ചെറിയ അല്ലേ കാറെല്ലാം ഉണ്ടാവുള്ളൂ. അല്ല നേരത്തെ വിളിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വരുക, ഈ രാത്രി നമ്മളെങ്ങനെ പോകാന്ന് വെച്ചാൽ അതിനും പോയില്ല. പിന്നെ അന്ന് മൂന്നാമത് മുഖ്യമന്ത്രി അവൻ ഞാൻ വീണിട്ട് കൈയും കെട്ടി ഇങ്ങനെ കൈ വെച്ചിട്ടാണ് പോയിനി. സത്യപ്രതിജ്ഞ ഞാൻ എൻ്റെ മൂന്നാമത് പോയല്ല. അപ്പം മൂന്നാമത് നമുക്ക് ഫ്രണ്ടിലല്ലേ നമുക്ക് സീറ്റ് ഉണ്ടാവുക. അപ്പം നമ്മളതിന് മുമ്പിലെ പോകാത്തോണ്ട് നമുക്ക് അതിനെ പറ്റി അറിയുന്നില്ല. മൂന്നാമത് പോയി. മൂന്നാമത് ഞാൻ മക്കളും എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും വലിയ സന്തോഷമായി. ആദ്യമായിട്ട് പോകുന്നതല്ലേ. ഞാൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ മന്ത്രിമാർക്ക് ഉണ്ട് എന്തെന്ന് വലിയ പാർട്ടി കൊടുക്കും, ഗവർണർ. അന്നേരം നേരെ സഖാവ് നേരെ അങ്ങോട്ടാന്നല്ല പോവാം, മുഖ്യമന്ത്രി അല്ലേ. ഞങ്ങൾ നേരെ ഇവിടേക്കും വന്നു. ഞാൻ ചോദിച്ചു നിങ്ങളെടിയപ്പോൾ പോയത്, നമുക്കിതറിയില്ലല്ലോ. ഞാൻ ചോദിച്ചു നിങ്ങളെടിയിട്ട് ഇന്ന് ഗവർണർ ഇരുന്നല്ലേ, ഇന്ന് ഞങ്ങൾക്ക് അവിടെയല്ലേ പോയതെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. നമ്മളെ എവിടെയും കൂട്ടൂല. കരുണാകരനും ആന്റണി അങ്ങനെ ഇവരൊക്കെ ആയിട്ട് രാഷ്ട്രീയപരമായിട്ട് വിമർശനങ്ങളും പിന്നെ വാക്തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സൗഹൃദം സൂക്ഷിച്ചിരുന്നു. സൗഹൃദം അത് എപ്പോഴും ഉണ്ട്. അത് നമുക്ക് അതിശയം കണ്ടാൽ. മുഖ്യമന്ത്രിയായ സമയത്ത് തന്നെ പിന്നെ പനി വന്നു. പനിച്ചാൽ രണ്ടാളും ഇവർക്ക് പ്രത്യേക റൂമല്ലേ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനെല്ലാം. അപ്പം കരുണാകരനാ രാവിലെ എത്തിയത്. നമ്മളവിടെ അഡ്മിറ്റ് ചെയ്ത് പിറ്റേന്ന് പലരുമ്പോഴേക്ക് കരുണാകരൻ എത്തും. അങ്ങനെയാണ് കരുണാകരൻ്റെ കാര്യം. നമ്മൾ 10 മണി 10 മണിയാകുമ്പോൾ എത്തും. എന്നിട്ട് കരുണാകരൻ വന്ന് സഖാവിൻ്റെ കിടക്കയിൽ തന്നെ ഇരുന്നു. കിടക്കയിലിരുന്ന് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കരുണാകരൻ സഖാവിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ നായനാരെ ഇനി പഴയ പോലെ ഒന്നും നമുക്കൊന്നും ഓടാൻ കഴിയില്ല, നല്ലൊരു വണ്ടി വേണം ഇനി. മറ്റേ അംബാസിഡർ വണ്ടിയിലേ പോവുള്ളൂ, അതേ ഉപയോഗിക്കുള്ളൂ. സർക്കാരിനും കൂടെ ഇത് നഷ്ടാക്കാൻ പാടില്ല എന്നല്ലേ സഖാവിന്റെ പോളിസി. എന്നിട്ട് പിന്നെ എന്നിട്ട് അത് നിങ്ങൾ നല്ലൊരു ബെൻസ് വാങ്ങാൻ പറയണമെന്ന്. അന്നേരം സഖാവ് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സഖാവിന് ഇപ്പം വലിയ വിഷമം തന്നെയാണ് ഇതിൽ പോകുന്നത്. ഒരുപാട് ദൂരെല്ലാം ഇവർ ഇടുക്കി അങ്ങോട്ടെല്ലാം പോകുമ്പം വലിയ വിഷമല്ലേ. എന്നിട്ട് പിന്നെ അത് നമുക്ക് കരുണാകരൻ അത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. അയാൾ പോയവിടെ എന്നോട് പറഞ്ഞു, ശാരദേ ഇപ്പം കരുണാകരൻ പറയും നീ കേട്ടില്ലേ വാങ്ങുന്നു. ഞാൻ വാങ്ങിയ ഉടനെ പറയും കരുണാകരൻ, കണ്ടോ ഇപ്പം നായനാറ് ബെൻസ് കാറിലാന്ന് എന്ന് ഇങ്ങനെ പറഞ്ഞ് അച്ചിട്ട മാതിരി പോയി. പിന്നെ സഖാവിനും തോന്നി ഇത് സ്റ്റേറ്റ് അവർക്ക് സ്റ്റേറ്റ് കമ്മിറ്റി വെക്കണമല്ലോ എല്ലാം, അങ്ങനെയല്ലേ ഇവരെ പാർട്ടി. എന്നിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി വെച്ചാൽ എല്ലാവരും അതിന് അനുകൂലിച്ചു. ഈ ബെൻസ് കാറ് അത് വാങ്ങി 2 ആഴ്ച വിടുമ്പോൾ കരുണാകരൻ, കണ്ടോ ഇപ്പം സമ്മേളനത്തില് ഇപ്പം യാത്ര ഇപ്പം നായനാർ ബെൻസിലായതാ. പിറ്റേന്ന് പത്രത്തിൽ വന്നുവല്ല, പിറ്റേന്ന് പത്രത്തിനും വന്നു. ഞാൻ പറഞ്ഞേ എന്നിട്ട് എന്നോട് പത്രം വായിച്ച ഉടനെ എനിക്ക് തന്നു. മറ്റ് അടിയിടുവായി പത്രം. എന്നിട്ട് വായിച്ച ഉടനെ ഞാൻ അതിൻ്റെ അകത്ത് മേലെ മുറിയിൽ പോകുമ്പോൾ പത്രം തരുന്നു, നീ വായിച്ചു നോക്കുന്നതാണ്. അപ്പം ഞാൻ വെച്ചെന്നാ അപ്പം നീ വായിച്ചു നോക്കുക. അപ്പം ഞാൻ പേജെടുത്ത്
വലിയ വണ്ട കഷണത്തിൽ നായനാർ ഇപ്പോൾ ബെൻസ് കാറിൽ യാത്ര ചെയ്തു. അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞത് സാരഥി, ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതല്ലേ കരുണാകരൻ ഇപ്പം ഇത് പറയും, പക്ഷെ ഞാൻ വണ്ടി വാങ്ങിയാൽ തിരിച്ചും പറയും. അങ്ങനെയാ കരുണാകരൻ്റെ സ്വഭാവം. പക്ഷെ അവർ എന്ത് പറഞ്ഞാലും വളരെ സ്നേഹമാണ്. അവർ തമ്മിൽ ഇത് കാര്യങ്ങൾ തന്നെ. പിന്നെ രാഷ്ട്രീയപരമായിട്ടും എല്ലാം എതിരാണെങ്കിലും പക്ഷെ രണ്ടാൾ ഉള്ളിൽ എന്താണ്, കണ്ണൂരുകാരായതുകൊണ്ടാണോന്ന് എനിക്ക് അറിയില്ല, രണ്ടാൾ സ്വഭാവവും നല്ല ഇത് പിന്നെ നല്ല ഒരു മനസ്സാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവസാനം ഡൽഹിയിൽ ഉള്ള സമയത്ത് സഹാബിൻ്റെ അന്ന് ഓപ്പറേഷന് ലാസ്റ്റ് പോയില്ലേ, ആ സമയത്ത് കരുണാകരന് എപ്പോഴും ഇതിൽ ആസ്മേൻ്റെ അസുഖം ഉണ്ടല്ലോ, അപ്പോൾ ഈ കഫം വലിച്ചെടുക്കണം പോലും. അപ്പം ഞങ്ങൾ കിടന്നതിൻ്റെ 3ാമത്തെ മുറിയിലാണ് കരുണാകരൻ കിടക്കുന്നത്. അയാൾക്കിത് രാവിലെ എടുക്കണം. അപ്പം പിന്നെ രാവിലെ കരുണാകരൻ എണീറ്റ് നടക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ റൂമിലേക്ക് വേണ്ടി നായനാരെ എന്തുണ്ട് എല്ലാം ചോദിച്ചിട്ടേ പോകുള്ളൂ, എല്ലാ കാര്യം. ഒരു ദിവസം രാവിലെ ഉണ്ട് വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ നായനാരെന്ന്. ഞാൻ പോലും എനിക്ക് ഈ അസുഖമെല്ലാമായിട്ട് കിടക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കില്ലല്ലോ. മറ്റാതെങ്കിലും നമ്മൾ ഈ ബർത്ത്ഡേ അപ്പാന്നെല്ലാം നോക്കുമല്ലോ. ഞാൻ ആലോചിച്ചിട്ടില്ല. കരുണാകരൻ വന്നിട്ട് നായനാരോട് പറയും, നായനാർ ഇങ്ങനെ കിടക്കുമെന്ന്. അന്നേരം എന്നോട് ഹാപ്പി ബർത്ത്ഡേ നായനാർ. എല്ലാം കഴിഞ്ഞു. ഞാൻ അത്ര ഒരു സ്നേഹമാണ്. പക്ഷെ രാഷ്ട്രീയം രണ്ട് തന്നെ, അതിനൊരു വ്യത്യാസമില്ല. ടീച്ചറും കല്യാണിക്കുട്ടിയമ്മയും തമ്മിലും ഞങ്ങൾക്ക് പിന്നെ അത്ര രാഷ്ട്രീയമൊന്നും സംസാരിക്കണ്ട, വളരെ സാധാരണ തന്നെ. കല്യാണിക്കുട്ടിയമ്മ നല്ല ഭക്തിയുള്ള ആളല്ലേ, അപ്പൊ അവരെ ഇടയ്ക്കിടേ പോകും ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ഞാനങ്ങനെ എപ്പോഴൊന്നും പോവില്ല, ഞാൻ ആറ്റുകാരില്ല അധികം പോവുക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ കുറേ കീറും പിടിക്കുമല്ലോ വേണമെങ്കിൽ. ഇനി ഞാനിവിടെ പോവുക. അപ്പോൾ ഒരു ദിവസം ഒരു സംക്രമാണ്. അപ്പോൾ കല്യാണിക്കുട്ടിയമ്മ രാവിലെ വന്ന് തൊഴുത് ആ ഭാഗത്തേക്ക് കൂടെ ഇറങ്ങുമ്പോൾ ഞാൻ കയറി ഇപ്പുറത്തേക്ക് ഭാഗത്തേക്കൂടെ കയറി എൻ്റെ ഉള്ളിലേക്ക് അവിടെ നിൽക്കുന്ന ഡ്യൂട്ടിയിലുള്ളവരെല്ലാം പറഞ്ഞു, അയ്യോ ഇപ്പല്ലേ കല്യാണിക്കുട്ടിയമ്മ അങ്ങോട്ട് പോയത്, അപ്പോൾ ഇപ്പം ടീച്ചറെ എങ്ങനെ വന്നു? ഞാൻ നേർ വഴിയിലേക്കൂടി ഇങ്ങോട്ട് വന്നു. അപ്പം ഇപ്പം കല്യാണിക്കുട്ടിയമ്മ ഇറങ്ങിയെന്ന് പറഞ്ഞു. അവർക്കത് വലിയൊരു അതിശയമായിരുന്നു കേട്ടാ. അവർക്ക് ഞങ്ങൾ രണ്ടാളും കാണുന്നില്ല. എന്നിട്ട് ഞാൻ അതിന് മുന്നേ പരിചയമൊന്നുമില്ല, അതിന് മുമ്പിൽ പരിചയമൊന്നുമില്ല. പിന്നെ ഞാനുണ്ടല്ല വന്നതിന് ശേഷം പിന്നെ ഇത് ക്ലിഫേഴ്സിൽ ഞാൻ എത്തിയതിന് ശേഷം ഉടനെ പിന്നെ ഇവർ വിളിച്ച്. അപ്പോൾ ഇവർ പിന്നെ കണ്ടോൺമെൻറ് ഹൗസിലാണ് ഉള്ളത്, അങ്ങനെയാണല്ലോ അന്ന്. എന്നിട്ട് ഞാൻ ഉടനെ കല്യാണിക്കുട്ടമ്മേനെ വിളിച്ചു. അന്ന് നിങ്ങൾ അമ്പലത്തിൽ വന്നിരുന്നില്ലേ രാവിലെ, ഞാനും ഇന്ന് പോയി. അപ്പോൾ അവിടെ ഉള്ളവരാ എന്നോട് പറഞ്ഞത്. അപ്പോൾ അവരോടും പറഞ്ഞതിന് പോലും അതിലേ കൂടെ ഇറങ്ങുമ്പോൾ അതാ ടീച്ചർ വലിയ അമ്പലല്ലേ, അപ്പൊ അവർക്ക് വേഗം മനസ്സിലാവുമല്ലോ നമ്മൾ പോകുമ്പോൾ. എന്നിട്ട് കയറുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വലിയ വിളിക്കാനും പറയാനും വലിയ സന്തോഷത്തിലാണ്. ഈ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ അവർ ഉള്ളിൽ അതൊന്നും വെക്കൂല. അവർ രാഷ്ട്രീയം പറയേണ്ട സമയത്ത് പറഞ്ഞു, ചെയ്യേണ്ട സമയത്ത് ചെയ്തു, വായിക്കേണ്ട സമയത്ത് വായിച്ചു. പക്ഷെ അത് ഉള്ളിൽ വെക്കൂല. അത് ഞാൻ ഇവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. കരുണാകരനായാലും നായനാരായാലും. പിന്നെ ആന്റണിയായിട്ടും അങ്ങനെ തന്നെ. ആന്റണിയായിട്ടും നല്ല സ്നേഹം. അത് ഞങ്ങൾ പിന്നെ ഈ 4 കൊല്ലം വഴുതക്കാട് താമസിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞങ്ങൾ റോഡിന്റെ അപ്പുറം കാർമൽ സ്കൂളിന്റെ അടുത്താണ് ഞങ്ങൾ വീട്. ഞങ്ങളെ വീട്ടിന്റെ ഇടയിൽ കൂടെയാണ് ഈ ആന്റണീന്റെ മക്കൾ ഇപ്പം ഇതായില്ലേ, BJP ആയ ഇവർ രണ്ടാളും അതിലെ കൂടെയാണ് കാർമൽ സ്കൂളിൽ പോവുക. അപ്പോൾ ചെറിയ കുട്ടിക്ക് ഈ പട്ടി, നമ്മുടെ അടുത്ത് 2 പട്ടികളുണ്ട്, അവരെ കാണണം. അതിനുവേണ്ടി ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കും. അന്നേരം ഞാൻ പറയും, മോർണിംഗ് അകത്ത് വന്നോ? ഇല്ല ആൻറ്റി, പട്ടി കടിച്ചെങ്കിലോ എന്ന് പറയും. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തുണ്ടെങ്കിലും വിശേഷത്തിന് ഞാൻ നമ്മളെ ഇതെല്ലാം കൊടുത്തേക്കും. നമ്മളെ ഓണത്തിനെല്ലാം അവരെ കേക്ക് കൊടുത്തേക്കും. ഇവള് എൽസി അങ്ങനെയെല്ലാം. അങ്ങനെ ഞങ്ങൾ വളരെ സ്നേഹത്തിലായിരുന്നു. അങ്ങനെ അപ്പം ഞങ്ങൾ രാവിലെ നടക്കാൻ പോകും. എന്നും സ്ഥലം നടക്കും. 5 മണിക്ക് എണീറ്റിട്ട് 5 മണിക്ക് ഞങ്ങളിങ്ങനെ ആൻ്റണീൻ്റെ വീട്ടിൻ്റെ മുമ്പിലേ കൂടെ പോകേണ്ടത്. അപ്പോൾ നമ്മൾ കൃഷ്ണൻ കൂടി ഉണ്ടാവും, ഞാനും കൃഷ്ണൻ പട്ടീനെയും കൂട്ടും. അങ്ങനെ നടക്കുക. അപ്പോൾ അവിടെ എത്തുമ്പം ആൻ്റണി പുറത്തിറങ്ങിയിട്ട് നിൽക്കുന്നുണ്ടാവും, നടന്നില്ല, അല്ലെങ്കിൽ ഗേറ്റിന് എടുത്തുണ്ടാവും. അപ്പോൾ എന്താ ആൻ്റണി ചോദിച്ചു. അപ്പോഴേക്ക് അസം വരും ആൻ്റണീൻ്റെ ഇവിടെ. എന്താ അസം? ഇങ്ങനെയെല്ലാം അവർ ഈ നമ്മൾ വിചാരിക്കുന്നതല്ലേ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർക്കും
നമ്മളെ പോലത്തെ മനസ്സ് തന്നെയാണ്. നമ്മൾ രാഷ്ട്രീയം അവർക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും അവരെ മനസ്സിൽ ഇത് വെക്കൂല. അതുണ്ട്, അത് ഞാൻ എത്രയോ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കൽ ആര്യാടനുമായിട്ടും എന്തോ ഒരു പിന്നെ തർക്കം നടന്നിരുന്നല്ലോ നിയമസഭയിൽ. ഞാൻ വെച്ച് നീ ആര്യാടനോട് മിണ്ടൂല, അങ്ങത്തനായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ ഞാനിതെല്ലാം ടി വിയിലല്ലേ കാണുക. അപ്പം ഞാൻ ടി വിയിൽ കണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന് ഭയങ്കരമാണല്ല. ഒരു ഇത് അസംബ്ലി കഴിഞ്ഞാൽ ഒരു ദിവസം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ദിവസമുണ്ട് ഇവരെല്ലാം. അന്ന് മുഖ്യമന്ത്രിനെ ഇവർ വെള്ളം കുടിപ്പിക്കും, എല്ലാവരും കൂടെ. എല്ലാവരും പറയാന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കും. അപ്പോൾ ഇവർക്ക് നമ്മളെ സഖാവിന് ഇടയ്ക്കൊരു വെള്ളം എങ്ങനെയെങ്കിലും വാരി കുടിപ്പിക്കും. അതെങ്ങനെയെങ്കിലും കുടിക്കാൻ പാടില്ല എന്നാണ് നിയമം. എന്നാലും അത് വെള്ളം മറ്റ് ക്ഷീണായിപ്പോവല്ലേ, ഈ ഡയബറ്റീസ് ഉള്ളവരല്ലേ. അപ്പം ഈ വൈകുന്നേരം വരെ ഓരോ ദിവസം ഈ ചോദ്യ ദിവസം കുറേ സമയം എന്നിട്ട് ഞാൻ വരുന്നവരെ ഞാൻ ഭക്ഷണം കഴിക്കൂല. ഞാനിങ്ങനെ ഇരിക്കും ടി വി നോക്കിയിട്ട്. എനിക്ക് ഭയങ്കര പേടിയാണ്. അന്ന് ഈ ആര്യാടൻ എന്താ ചോദിച്ചത്, ഇപ്പോൾ എന്താ ചോദിച്ചത് പറയാൻ കഴിയില്ല. ഭയങ്കരമായിരുന്നു. എന്നിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞിട്ട് അന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടാ. വെള്ളിയാഴ്ച ഞങ്ങൾ നാട്ടിൽ വരും. വെള്ളിയാഴ്ച വരെ എല്ലാ വെള്ളിയാഴ്ചയും വരുമില്ല, എന്തെങ്കിലും പരിപാടി ഇട്ടിട്ടുണ്ടാവുമല്ല. ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇവർ നാട്ടിൽ നിന്ന് കയ്യൂര് വരെ പോകണ്ടേ, അങ്ങറ്റം വരെ, കാസർഗോഡ് വരെ. അപ്പോൾ അവർ ഏതെങ്കിലും അതിന് മുമ്പിലേ വന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും പരിപാടി. അപ്പോൾ അന്ന് പോകണം ഞങ്ങൾക്ക്. അപ്പോൾ ഇവരെല്ലാം കയറി വന്ന് നായനാരുണ്ട് എന്ന് അവർക്കറിയാലോ. എന്നിട്ട് വന്ന് പിന്നെ ഇത് എല്ലാവരും വന്ന് പോയതിന് ശേഷം ആര്യാടൻ വരുന്നു. ഞാൻ വെച്ച് ഇനി ആര്യാടനും ഈ സഖാവായിട്ട് ജീവിതം വരെ നായനാരേന്ന് വിളിച്ചിട്ട് ആര്യാടൻ, എന്താ ആര്യാടാ? അങ്ങനെ ഇവരെ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം. അതൊരു പ്രത്യേക കഴിവായി രാഷ്ട്രീയക്കാർക്ക്. അത് അന്നേരം പറഞ്ഞു. അത് മനസ്സിൽ വെച്ച് നിൽക്കൂല ഇവര്. അതെ, രാഷ്ട്രീയം വേറെ, വ്യക്തികൾ വേറെ, വ്യക്തിബന്ധം വേറെ. അതാണ് വ്യക്തിബന്ധം വേറെ, രാഷ്ട്രീയം വേറെ. അതാ എപ്പം പറയാം. ആ രാഷ്ട്രീയം മനസ്സിൽ വെച്ച് നിൽക്കൂല, അത് പറഞ്ഞു തീർന്നു. അങ്ങനെയാണെങ്കിൽ സഖാവിനോട് ഒരൊറ്റയാളെ സംസാരിക്കൂല. അങ്ങനെയല്ലേ ഒരാളെ പത്രക്കാരെല്ലാം പറയാ. സഖാവിന്റെ പുസ്തകം വായിക്കുമ്പം നമുക്കറിയാം അതിനകത്തുള്ള ഓരോന്നും വായിക്കുമ്പോഴുള്ളത് വല്ലാത്തൊരു നമുക്ക് കണ്ണീര് വരുന്ന ചെയ്യും. കാരണം അത്രയും സുഖ ജീവിതത്തിൽ നിന്നിട്ട് അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. എന്നാൽ ഈ സഖാവിന് ഇപ്പോൾ ആരും വിടപ്പ. കാസർഗോഡൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതൽ. കാസർഗോഡ് ജില്ലയാണ് സഖാവിന്റെ. കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ സഖാവിനെ അരിച്ച് വെറുക്കും. കാസർഗോഡ് എല്ലാ മുക്കും മൂല്യം സഖാവിനെ അറിയാം കാസർഗോഡിന്റെ. ഞാൻ ഇതിനിടയ്ക്ക് എനിക്ക് ഇത് ഒരു അവാർഡ് കിട്ടിയിട്ടാണെന്നില്ലേ, അത് കാസർഗോഡ് നിന്നാണ്. എന്റെ സഖാവിന് എന്നെ രക്ഷിച്ചത് കാസർഗോഡുകാരാണ്. മുക്കും മൂല്യം അറിയാം എൻ്റെ കാസർഗോഡ് ജില്ലക്കാരാണ്. പിന്നെ അവർ തന്നെയാണ് സഖാവിനെ അസംബ്ലിയിലേക്ക് ജയിപ്പിച്ച് അയച്ചിട്ട് മുഖ്യമന്ത്രി ആയതും ഒരു പ്രാവശ്യം പിന്നെ കാസർഗോഡുകാരാന്ന് പറയുമ്പോൾ. അതുകൊണ്ട് കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്ന് എനിക്ക് സമ്മാനം കിട്ടിയതിൽ വാങ്ങുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ കയ്യടി എന്ന് പറഞ്ഞ ആൾക്കാർ കയ്യടിയിരുന്നു. എപ്പോഴെങ്കിലും സഖാവ് ടീച്ചറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഈ ഒളിവ് ജീവിതത്തിനെ പറ്റിയൊക്കെ? ഒറ്റൊന്നും അറിയില്ല. നമ്മൾ ഈ ബുക്ക് വായിച്ചിട്ട് അറിയുന്നതിനെ പറ്റി ഞാൻ അങ്ങോട്ട് ചോദിക്കും. അന്നേരം സഖാവ് ശരിയാത് പാമ്പ് മേലെ കൂടെ അഴിഞ്ഞു പോയിനല്ലോ എന്ന് ദിവസം ഞാൻ ചോദിച്ചു. പാമ്പ് ഇങ്ങനെ ഇവർ ഒരു ദിവസം നേരം പുലർന്നു പോയി. ഒരു ഷെൽട്ടറിന്ന് ഇവർക്ക് ഒരു സ്ഥലത്തിന് താമസിക്കൂല. ഇപ്പൊ ഈ ഒരു ഷെൽട്ടറിൽ 1-2 ദിവസം താമസിക്കുള്ളൂ, പിന്നെ എവിടുന്ന് മാറും. അങ്ങനെയാണ് ഇവരെ. അപ്പൊ അതിനുള്ള ഇത് കൊടുക്കും അവര്, ഒരു ഇതുണ്ട്, അതിനൊരു സിഗ്നൽ കൊടുക്കാൻ അവർക്ക്. അപ്പോൾ അതിനെല്ലാം ആളെ വെച്ചിട്ടല്ലേ. നമ്മളെ പാർട്ടി എന്ന് പറഞ്ഞാൽ അന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ അന്നത്തെ ജനങ്ങള് ജോലി വരെ ഉപേക്ഷിച്ചിട്ടല്ലേ അന്ന് ഈ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ഇവര്. നല്ല സമയമെല്ലാം കഴിഞ്ഞു ഞാൻ പറയണ്ട, ആ ഒളിവ് കാലത്ത് കഴിഞ്ഞു നിങ്ങളെ നല്ല സമയം. എന്നിട്ട് അതുപോലെ ഒരു ദിവസം ഇവർ നേരം പുലർന്നു പോയി. പുലർന്നാൽ പിന്നെ കുട്ടികളും ഇവരെല്ലാം കാണൂലേ. ആ കാണാതിരിക്കാൻ വേണ്ടി ഇവർ നേരെ കയറി ചെല്ലുന്നത് ചീങ്ങമുള്ളില്ലേ, അറിയാം ചീങ്ങമുള്ള് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. മുഴുവൻ അതിന് മുള്ളായിരിക്കും, എവിടെയും തൊട്ടുകൂടാ, ഭയങ്കര മുള്ളായിരിക്കും. ഇവര് നേരെ അങ്ങ് കയറുമ്പോൾ ചീങ്ങമുള്ളിൻ്റെ ഉള്ളിൽ. അപ്പം അവിടെ തന്നെ അങ്ങ് കിടന്നു. പിന്നെ അങ്ങോട്ട് പോണ്ടിക്കൽ ഈ മുള്ളിനെ എങ്ങനെയും കഴിയില്ല. സഖാവ് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ നിലത്ത് മെല്ലെ കിടന്നു, ഒരൊറ്റ കിടപ്പ്.
കിടക്കുന്ന സമയത്താണ് ഒരു പാമ്പ് സഖാവിൻ്റെ മേലെ കൂടെ മൂർഖൻ പാമ്പ് ഇങ്ങനെ കയറി സഖാവ് ഇങ്ങനെ കാണുന്നു. സഖാവ് ശ്വാസം അതാ നമ്മൾ എന്തെങ്കിലും കണ്ടാൽ ശ്വാസം എടുക്കാൻ പാടില്ല. ഒരൊറ്റ കിടപ്പെന്ന് ആ പാമ്പ് ഇങ്ങനെ എഴിഞ്ഞ് മറ്റേ ഭാഗത്തെത്തി. അതാ അക്കാലത്ത് അനുഭവിച്ചതിനെ കുറിച്ചൊക്കെ അതൊന്നും പറയില്ല. അത് നമ്മൾ വായിച്ചിട്ട് ബുക്ക് വായിച്ചിട്ട് പഴങ്കഞ്ഞി വെള്ളവും പിന്നെ ചക്ക പഴുത്ത ചക്കയും അത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കഴിച്ചതെന്നെല്ലാം ഇതിൽ വായിച്ചതല്ലാണ്ട് സഖാവൊന്നും പറയില്ല. ആ ജീവിതേ പറയില്ല. പാർട്ടി എത്ര ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി ഇത് മാത്രം പറഞ്ഞു. ഒരു ദിവസം സഖാവിൻ്റെ കൂടെ ഞാൻ വയനാട്ടിൽ പോകുന്ന സമയത്ത് ഞാനും കൂടെ പോയിരുന്നു. അന്നേരം എന്നോട് പറഞ്ഞു, ശാരദേ ആ വയനാട് ചുരം കയറുമ്പോൾ മെല്ലെ സ്ലോ ആയിട്ടല്ലേ പോകുന്നു. എന്നോട് പറഞ്ഞു, ഇതെല്ലാം ഞാൻ എത്ര നടന്ന് കയറിയതാണ്. അന്ന് കോഴിക്കോട് ജില്ല ഈ വയനാടിൻ്റെ ഉടനെയല്ല. അപ്പോൾ പിന്നീട് അത് ഇതാക്കി. അപ്പം ഞാൻ എത്ര നടന്ന് കയറിയതായിരുന്നു. ഞാൻ പറഞ്ഞു, അതെന്നല്ലേ ഇന്ന് കാലിന് ഇത്ര അസുഖങ്ങൾ എന്ന് ഞാൻ പറയാന്നല്ലാണ്ട് ഒന്നും പറയില്ല. അതെല്ലാം ആ കാലത്ത് അനുഭവിച്ചു. പാർട്ടിക്ക് വേണ്ടി എല്ലാം എന്താണെന്ന് പറയാത്ത എല്ലാം പാർട്ടിക്ക് വേണ്ടി. ഇപ്പം നല്ല സ്ഥിതിയിലായില്ലേ പാർട്ടി, ആ പാർട്ടിക്ക് വേണ്ടി, എൻ്റെ പാർട്ടിക്ക് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി. അതാണ് അതുകൊണ്ട് അതിന് ഒറ്റ ആ കാലത്ത് ഞാൻ അങ്ങനെ വിഷമിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിച്ചു, ഞാൻ നടന്നു. അതുകൊണ്ടാണ് അത് ഞാനാ പറയുന്നത്, അന്ന് നടന്നുകൊണ്ടാണ് ഇന്ന് കാലിലിങ്ങനെ. സഖാവ് പറയില്ല. ആ ഒളിവിലെ ഓർമ്മകളിൽ പറയുന്നുണ്ട്, അവര് പിന്നെ ഇപ്പൊ കഞ്ഞിയാണെങ്കിൽ അവര് കഞ്ഞിയുടെ വെള്ളം കുടിച്ചിട്ട് ഇവർക്ക് ഇവർക്ക് കൊടുക്കുമായിരുന്നു എന്നൊക്കെ ഉള്ളത്. അത്രയും അവര് ഈ നേതാക്കന്മാരെ ഈ പറഞ്ഞ സഖാക്കന്മാരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതെ, പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഇവര് രാവിലെ എഴുന്നേറ്റ് അവര് ജോലിക്ക് പോയില്ലേ, ഭാര്യയും ഭർത്താവാണെങ്കിൽ അവരങ്ങനെ രണ്ടാൾ പോയി, കുട്ടിയുണ്ടെങ്കിൽ അതിന് സ്കൂൾ അയച്ച് പിന്നെയാണ് ഇവര് ശരിക്കും ഒരു റൂമിൽ ഇരുന്ന് വായന തുടങ്ങും. എന്തെങ്കിലും ഒരു പഴങ്കഞ്ഞി എന്തെങ്കിലും കൊടുക്കുക. പാവങ്ങളല്ലേ, ഇന്നത്തെ ആളാണെങ്കിൽ അതും കൊടുക്കൂല. അന്നത്തെ അവരായതുകൊണ്ടാണ് പാർട്ടി സഖാക്കൾക്ക് ഇങ്ങനെയെല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കുന്നത്. ഒരിക്കൽ ഞാൻ വായിച്ചിന്, സഖാവിന് പനി, സഖാവ് പനിച്ച് കിടക്കുന്നു. അപ്പോൾ സഖാവ് പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പനി. അപ്പോൾ അവർക്കാകെയുള്ളത് ഒരു പായയാണ്. അപ്പോൾ അത് സഖാവിന് കൊടുത്തു. പിന്നെ പനിക്കുമ്പം പിന്നെ വേറെ ഇതിലൊന്നും കിടത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് കൊടുത്തിട്ട് സഖാവ് കിടക്കുമ്പോഴേക്ക് ആരോ വിവരം കൊടുത്തു, ഇന്ന് വീട്ടിൽ ഇങ്ങനെ സഖാവ് ഉണ്ട് എന്ന്. എന്നിട്ട് പോലീസുകാർ വന്നു. അപ്പോഴേക്ക് എന്ത് ചെയ്തു, അവിടുത്തെ സ്ത്രീ, ആ ഭർത്താവ് പുറത്തേക്ക് ഇവര് വരുന്ന കാണുമ്പോൾ ബാക്കിൽ കൂടെ ഇറങ്ങിപ്പോയി. പിന്നെ ഒരു കുട്ടിയാണ് ഉള്ളത്. ആ കുട്ടീനെ ഈ സ്ത്രീ സഖാവിൻ്റെ അടുത്ത് കിടത്തിയിട്ട് സ്ത്രീയാട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഈ സ്ത്രീ എണീറ്റ് വാതിൽ തുറന്നത്. അപ്പോൾ സ്ത്രീയോട് ചോദിച്ചു, എന്താ ഇവിടെ എൻ്റെ ഭർത്താവിൻ്റെ, അയ്യോ എൻ്റെ ഭർത്താവ് പനി വന്ന് കിടക്കുന്നു സാറേ എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു സ്ത്രീ അതിന് തയ്യാറാവുമോ? നീ ഒന്ന് ആലോചിച്ചത്. അതും വെറും നിലത്ത് പായ വിരിച്ചിട്ട്, പായ ഒരു തുണി വിരിക്കാനുണ്ടാവില്ല. അന്ന് അത്ര കഷ്ടപ്പാടില്ല. സാമ്പത്തികമായിട്ട് ജീവിക്കുന്നവരൊന്നും അന്ന് വലിയ കോൺഗ്രസ്സുകാരല്ലേ, നമ്മളെ പാവപ്പെട്ടവരല്ലേ, ഇവരൊക്കെ മുഴുവൻ സഹായം ചെയ്തു കൊടുത്ത്. ആ കുടുംബങ്ങളിലെ അംഗങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടോ? കാസർഗോഡ് ഉണ്ടോ? ഉണ്ടാവില്ല. ഞാനെന്ത് പറഞ്ഞെന്ന് പറയാം, ഇതെല്ലാം വായിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, പിന്നെ അവിടെ ഈ കാസർഗോഡ് ഏത് ഭാഗത്ത് പോയാലും കയ്യൂര് എല്ലാം സഖാവിൻ്റെ നാടല്ലേ. കയ്യൂര് എന്ന് പറഞ്ഞാൽ സഖാവ് എത്ര പ്രിയപ്പെട്ട നാടാണ്. എല്ലാം അവിടെ ഏത് ഭാഗവും. എന്നിട്ട് അവിടെ എന്നോട് വന്ന് പറഞ്ഞു, ശാരദി ഇന്ന് നീ കണ്ടതല്ലേ, നീ എന്താണ് അമ്മമാരും കാരണവന്മാരും പ്രായമുള്ള ആൾക്കാരെയാണ് പറയുന്നത്, കാരണന്മാർ വന്ന് മീറ്റിംഗ് എല്ലാം കേട്ട് അവരെ എന്നെ കെട്ടിപ്പിടിച്ച് എന്താ അവരുടെ സ്നേഹവും സന്തോഷവും കണ്ടാൽ നമ്മൾ ഭയങ്കരമായിട്ട് അവരെ അവരാന്ന് രക്ഷിച്ചെടുത്തതെന്നുള്ള, അതുകൊണ്ട് ഞങ്ങളെ മുഖ്യമന്ത്രിയാണ് ഇത് എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ എന്തൊരു സന്തോഷം അവർക്ക്. എന്നല്ല ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെയല്ലായിട്ട് നിങ്ങളെന്താ അവർക്ക് ചെയ്ത്. അപ്പോൾ എന്നോട് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും, എല്ലാം എന്നെ സംരക്ഷിച്ചവരല്ലേ, എല്ലാം നോക്കിയാൽ എല്ലാവരും എന്നെ സംരക്ഷിച്ചവരായിരുന്നു. അതാണ് ആദ്യത്തെ 80 മന്ത്രിസഭയിലാണ് ആദ്യം തന്നെ 45 രൂപ ആദ്യത്തെ കർഷക തൊഴിലാളി പെൻഷൻ. അത് ആദ്യം ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ ആ പെൻഷൻ കിട്ടിയത് കൊണ്ടല്ലേ ഞാനൊരു പ്രാവശ്യം സഖാവിന് അസുഖം വന്നിട്ട് 1 മാസമാണ് പിന്നെ ഈ കോഴിക്കോട് പിന്നെ മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വന്നേ. എന്താന്ന് മനസ്സിലാകുന്നില്ല. രാത്രിയാകുമ്പോൾ പനി വരുക, പകരം പനി ഉണ്ടാവില്ല. എന്നിട്ട് ഡോക്ടർമാർ വന്നാൽ പറയും, നിങ്ങളൊന്നും വരുമ്പോൾ പനി ഉണ്ടാവില്ല ഡോക്ടറെ,
നിങ്ങളെല്ലാം പോയി കഴിഞ്ഞു രാത്രിയാകുമ്പോൾ പനി വരുന്നുണ്ട്, കള്ളം വരും പോലെ വരുന്നതെന്നെല്ലാം അവരോടെല്ലാം തമാശയാണ് പറയാം. അവസാനം ഈ പിന്നെ ഇതായിരുന്നു പോസ്റ്റാറ്റ് ലാൻഡിന് ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നിന് അവിടുന്ന്. അതായിരുന്നു പിന്നെ എത്ര അത് മനസ്സിലാവുന്നതാണ്. എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സുഖമായിട്ടാണ് വന്നിന്. അത് അന്നേരം ഈ വയനാട് നിന്ന് ഈ സഖാക്കൾ വരും സഖാവിനെ കാണാൻ. പനിച്ചോ സഖാവിന് പനിയാന്ന് പറയുമ്പോഴേക്ക് ആൾക്കാരിങ്ങനെ ജാതി ദിവസം വരും. ഇപ്പോൾ ആ മുഖ്യമന്ത്രിയാണ് ഈ കിടക്കുന്നത്, ഇവർക്ക് 45 രൂപ പെൻഷൻ കൊടുത്തേ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ എല്ലാവരും കണ്ടുപോകുമ്പോൾ എന്നോട് ഒരു പ്രായമുണ്ട്, മോളെ ഞാനൊന്ന് എൻ്റെ ദൈവത്തിനെ തൊട്ടോട്ടേന്ന്, ഞങ്ങൾക്ക് പെൻഷൻ തരുന്ന ആളാണിത്, അതുകൊണ്ട് ഞാനൊന്ന് എൻ്റെ സാറിനെ ഒന്ന് തൊട്ടോട്ടെ. ഞാൻ ആ തൊട്ടോ നല്ലോണം തൊട്ടോ. അതുപോലെ അല്ല ആദ്യം മനസ്സിന് അവരാ മനസ്സിൽ അതുകൊണ്ടായി കാണാൻ വന്നപ്പോ ഒന്ന് തൊഴണമെന്ന്. അതാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അന്ന് വേറൊരു സംസ്ഥാനത്തും അങ്ങനെ ഒരു പെൻഷൻ ഉണ്ടായിരുന്നില്ല. അത് നടപ്പിലാക്കണം തോന്നിയത് ആ ജീവിതം നന്നായി അടുത്തറിഞ്ഞ് കണ്ടതാണല്ലോ. കാസർഗോഡ് ജില്ലയിൽ നന്നായി സഖാവിനെപ്പറ്റി ഞാൻ വരിക. ഈ സഖാവ് ഇത്രയും വലിയൊരു ഫാമിലിയിൽ ഏറുമ്പാല ഫാമിലി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഫാമിലി വെച്ചാൽ അതും ഇവർ 2-3 മക്കളാണ്. ഒന്ന് നേരത്തെ മരിച്ചില്ലേ, ആ മരിച്ച ഈ അനിയത്തി മരിച്ചത് അറിയില്ല, അല്ല കല്യാണം കഴിഞ്ഞതറിയില്ല. കല്യാണം കഴിഞ്ഞിന് ഒരു B.Ed മാഷായിരുന്നു കഴിച്ചിന്. ആ ഒളിവിലെ ഓർമ്മകളിൽ പറയുന്നുണ്ട് അനിയത്തിന്റെ മരണത്തിനെ കുറിച്ചിട്ട്. വലിയൊരു വേദന എന്ന് പറഞ്ഞാൽ അവസാനം വരെ വേദനയല്ലേ. സഖാവ് ഡൽഹിയിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരിക്കൽ വന്നിട്ട് വീണ്ടും പോയിനല്ല, പിന്നെയല്ലേ അവിടുന്ന് ഇതായത്. ആ സമയത്തും കൂടെ ഇവർ പത്രക്കാർ ഈ മനോരമ ഒരു ഇൻ്റർവ്യൂവിന് വന്നിട്ട് എല്ലാം പറഞ്ഞ സഖാവിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇനി ശാരദയോട് ചോദിച്ചാൽ മതി. ഇത് ഇപ്പം പറഞ്ഞിടാ മരിക്കുന്നവരെ അനിയത്തിനെ പറ്റി പറഞ്ഞിട്ട് അന്നേരം കാര്യം. കല്യാണം കഴിഞ്ഞതറിഞ്ഞിട്ടില്ല, മരിച്ചതറിഞ്ഞിട്ടില്ല, എല്ലാം വന്നതിന് ശേഷമല്ലേ അറിയുന്നത്. അതെല്ലാം ഒരു ഭയങ്കര ദുഃഖല്ലേ. ഒരു അനിയത്തി ഈ സഖാവിന് 13 വയസ്സിന് ശേഷം ഉണ്ടായ അനിയത്തിയാണ്. എത്ര വയസ്സിലാണ് മരിക്കുന്നത്? ഒരു കല്യാണം കഴിഞ്ഞിട്ട് അന്ന് പണ്ടെല്ലാം വീട്ടിൽ നിന്നല്ലേ കല്യാണം, മുറ്റത്ത് പന്തലിലിട്ടിട്ട് ആ പന്തൽ പൊളിച്ചില്ല. അപ്പോഴേക്ക് 1 മാസം കഴിയുമ്പോഴേക്ക് വേനൽക്കാലമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കല്യാണത്തിന് പോയത് എനിക്ക് ഓർമ്മയുണ്ട്, അതാണ് കിട്ടുക. എന്നിട്ട് കല്യാണത്തിന് പോയപ്പോൾ പിന്നെ ഇത് കല്യാണം കഴിഞ്ഞ് പിന്നെ വേനൽക്കാലമായതുകൊണ്ട് പിന്നെ അവരെന്നെ സ്വന്തം ഇന്നത്തെ മാതിരി ആൾക്കാർ വന്നിട്ടിരുന്ന പന്തലല്ല. എന്നാലും ഓല കെട്ടിയിട്ട് അതിന് വേനൽക്കാലാണ്. അപ്പൊ പിന്നെ അതിൻ്റെ അന്നേരം സുഖമല്ലേ, ആ പന്തലാടി ഉണ്ടായാലും വെയിൽ തട്ടില്ല. അപ്പൊ ആ പന്തൽ അവിടെ തന്നെ ഉണ്ട്. അന്നേരം അപ്പോഴേ തന്നെ പിന്നെ ഇത് എന്തോ ഒരു പനി വന്ന് ആ പനിയിലങ്ങ് മരിച്ചുപോയി പെട്ടെന്ന്. ഞാൻ എൻ്റെ എല്ലാം കൂട്ടുകാരിയല്ലേ. അമ്മയായിട്ടും വല്ലാത്തൊരു അമ്മേനെ കാണാൻ വേണ്ടിട്ട് അമ്മ അസുഖമായിട്ട് കിടന്നപ്പം ഒളിച്ചു വന്നത് ഒരു രാത്രി കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, മോനെ നീ എവിടെയായിരുന്നു ഇത്രയും കാലം എന്നുള്ളത് ചോദിച്ചപ്പോ പറയുന്ന, അമ്മ പേടിക്കേണ്ട, എനിക്ക് ജനങ്ങളുണ്ട് പുറത്ത്, അവരെന്നെ നന്നായി നോക്കുന്നുണ്ട്, അമ്മ ഭയപ്പെടണ്ടെന്ന് പറയുന്നുണ്ട്. അതെല്ലാം അങ്ങനെയാണ്. അത്രയും സ്നേഹിച്ചതാണ് കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണനെ വിളിക്കുക, ഭയങ്കര സ്നേഹമാണ്. അതെന്നിട്ട് പിന്നെ അമ്മാവൻ ഒരു ദിവസം നമ്മളെ വീട്ടിലാണ് വന്നിരുന്നു, ഞങ്ങളെ വീട്ടിൽ രാത്രി വന്ന് കണ്ട് എന്നിട്ട് പിന്നെ ഇത് അമ്മേനെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ വീട്ടിലേക്ക് വന്നു സഖാവ്. അതിൻ്റെ എല്ലാം അമ്മക്ക് കാണാൻ വേണ്ടി. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ സങ്കടപ്പെടണ്ട, ഞാൻ ഇടയ്ക്ക് വന്നിട്ട് കണ്ടോളാം. അന്നേരം ഞാൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല, എനിക്കതിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞു എന്ന് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അന്നേരം പിന്നെ ഞാൻ പറഞ്ഞു അത്രേ, പിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും അമ്മേനെ ഞാൻ പറഞ്ഞു എന്ന്. അമ്മയുടെ മരണം സഖാവ് അറിഞ്ഞിരുന്നോ? അമ്മയുടെ മരണം അറിയുമ്പം ഒരു സഖാവ് ഉണ്ട് പുറത്ത് നേരം. പക്ഷേ അന്നേരം വീട്ടിലെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അന്ന് AKG ആണ് എല്ലാം വേണ്ടത് ചെയ്തെന്നെല്ലാം എഴുതിയത് വായിച്ചതാണ് ഞാൻ. EMS കാറില്ല, അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് കാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോളിസി ആരെങ്കിലും. ഇപ്പൊ അത്തരം സഖാക്കളൊന്നുമില്ല. സഖാക്കളെ കൂട്ടത്തിൽ ഈ ഒരു സഖാവേ EMS പോലെ ഇങ്ങനെ ആയിട്ടുള്ളൂ. ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ടീച്ചറോട് സഖാവ് പറഞ്ഞിരുന്നല്ലോ, ഞാനില്ലെങ്കിലും നിനക്ക് പാർട്ടിയും ജനങ്ങളും ഉണ്ടാവും. ടീച്ചറെ കൂടെ ഉണ്ടോ പാർട്ടിയും ജനങ്ങളും? ജനങ്ങൾ എന്തായാലും ഉണ്ട്.